അപ്പോൾ ശ്രീലങ്ക എന്നുള്ളൊരു സ്ഥലമാണ് ഇതിലെ മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ തന്നെ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ബീച്ചും ക്രിക്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ശ്രീലങ്ക കാണുമ്പോൾ മാപ്പിൽ കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് കൊളോണിയലിസവും കൾച്ചറൽ പ്രൈഡും എത്നിക് ടെൻഷനൊക്കെ അനുഭവിച്ച ഒരു സ്ഥലമാണ് ശ്രീലങ്ക. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ ഫണ്ണി ബോയ് എന്ന വർക്കിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഇനി കൊളോണിയൽ ഹിസ്റ്ററി ഇൻ എ നട്ട്ഷെൽ, ദ 3 empires. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൊളോണിയൽ ഹിസ്റ്ററി ഒന്ന് നോക്കാം. അപ്പോൾ 3 empires ആണ് ഈ ഒരു ഐലൻഡിലേക്ക് വന്നത്. ശ്രീലങ്ക എന്നുള്ള ഈ ഒരു ഒറ്റ ഐലൻഡിലേക്ക് 3 empires എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് 3 empires? ഒന്ന് പോർച്ചുഗീസ് ആണ്. അവർ പിന്നെ ട്രേഡ് ആൻഡ് സ്പൈസസിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ അറൈവ് ചെയ്തത്. പിന്നെ അവർ കൊളംബോയിൽ ഫസ്റ്റ് ഫോർട്ട് നിർമ്മിക്കുന്നുണ്ട്. പിന്നീട് അവർ കുറച്ച് ലോക്കൽസിനെ ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ എംപയറാണ് ശ്രീലങ്കയിൽ എത്തുന്നത് ഡച്ചുകാർ. അവരെന്ത് ചെയ്യുന്നുണ്ട്, പോർച്ചുഗീസുകാരുടെ മേൽ കൺട്രോൾ എടുക്കുകയും പിന്നീട് കോസ്റ്റൽ ഏരിയാസിനെ അവർ മാനേജ് ചെയ്യുകയും പുതിയ ലോകളും പ്ലാന്റേഷൻസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എംപയറാണ് അവിടെ എത്തുന്നത് ബ്രിട്ടീഷ്. അവർ സൈലോൺ എന്നും കോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ടീ ആൻഡ് കോഫി എസ്റ്റേറ്റൊക്കെ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ തന്നെ ഇന്ത്യയിലെ തമിഴ് ലേബറേഴ്സിനൊക്കെ യൂസ് ചെയ്തു. അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എലൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്ന് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ശ്രീലങ്കയിലേക്ക് ഈ 3 എംപറേഴ്സ് വന്നപ്പോൾ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൊളോണിയസം വന്നപ്പോൾ അവിടുത്തെ പീപ്പിൾസിൻ്റെ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയും ബിലോങ്ങിങ്ങിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അവരുടെ ലാംഗ്വേജിലും റിലീജിയനിലും ക്ലാസ്സിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ. എത്ര തന്നെ ഇനി ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1948 ഇൻഡിപെൻഡൻസ് കിട്ടിയാലും ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, ആ കൊളോണിയൽ റൂളിൻ്റെ ഡിവിഷൻ അവിടെ വളർന്നുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ശ്രീലങ്കയുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി സിൻഹലീസ് ആണ്. 82% ഓഫ് സിൻഹലീസ് ആണ്. പിന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. പിന്നീടാണ് അവരെ ഫോളോ ആയിട്ടാണ് തമിഴ്സ് ഉള്ളത്. തമിഴ്സ് 9.4% ആണ്. പിന്നീട് ഒരു കാറ്റഗറിയാണ് മൂർസ് എന്ന് പറയുമ്പോൾ 7.9% ആണ് ഉള്ളത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ലോ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടുത്തെ തമിഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ശ്രീലങ്കയിലെ സിറ്റിസൺഷിപ്പിൽ നിന്നും തമിഴ്സിനെ എക്സ്ക്ലൂഡ് ചെയ്ത് തുടങ്ങി, അവർക്ക് പവർ കൊടുക്കാതിരുന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് അവിടെ നടന്നത് എന്ന് നോക്കാം. 1948 സൈലിയൻ സിറ്റിസൺഷിപ്പ് ആക്ട് നടന്നു. അതിലൂടെ ഇന്ത്യൻ തമിഴ്സിനെ അവിടെ നിന്നും എന്ത് ചെയ്തു, എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 1956 സിൻഹല ഓൺലി ആക്ട് വന്നു. അവിടെ ആ ഒരു ആക്ടിലൂടെ എന്ത് സംഭവിച്ചു, സിൻഹല എന്ന് പറയുന്നത് ഒരു സോൾ ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആവുകയും തമിഴ് സ്പീക്കേഴ്സിനെ എഡ്യൂക്കേഷനിൽ നിന്നും ജോബ്സിൽ നിന്നും പുഷ് ഔട്ട് ചെയ്യാനും തുടങ്ങി. ഇനി 1972 ബുദ്ധിസം അവിടെ ഡിക്ലെയർ ആവുകയും സ്റ്റേറ്റ് റിലീജിയനിൽ ബുദ്ധിസം ഡിക്ലെയർ ആവുകയും അങ്ങനെ സൈലൻ എന്നുള്ളത് റീനെയിംഡായിട്ട് ശ്രീലങ്ക എന്ന് വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ പെട്ടെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ ലാംഗ്വേജ് പെട്ടെന്ന് ബാനായി പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഫീൽ ആകുക അല്ലേ. ആ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും ആ സമയത്ത് അവിടെയും ഉണ്ടായിട്ടുണ്ടാകുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഇമോഷണലി എന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കാം. അവിടെ ദേഷ്യം, ആങ്കർ ഗ്രൂ, അതായത് തമിഴ് യൂത്തിൻ്റെ ഇടയിൽ ഒരുപാട് ദേഷ്യം വരാൻ തുടങ്ങി. അവർ തന്നെ അവരുടെ കൺട്രിയിൽ നിന്നും ഇല്ലാതെയാകുന്നത് അവർക്ക് ഫെൽറ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇൻ 1976 ദ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം ഫോംഡ്, LTTE എന്നുള്ളൊരു സംഭവം ഫോം ചെയ്തു. അത് ആരാണ് ലീഡ് ചെയ്തത്, വേലുപ്പിള്ളൈ പ്രഭാകരൻ. ഓക്കെ, അദ്ദേഹമാണ് ഇത് ലീഡ് ചെയ്തത്. അദ്ദേഹം എന്താണ് ഡിമാൻഡ് ചെയ്തത്, തമിഴ്സിന് സെപ്പറേറ്റ് ഒരു തമിഴ് നേഷൻ വേണം എന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് 1983 ടേണിംഗ് പോയിന്റ് വരുന്നത്. അതായത് വെൻ 13 സിൻഹലെ സോൾജേഴ്സ് വെർ കിൽഡ്, അവിടെ 13 സിൻഹലെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു. അങ്ങനെ ആൻറ്റി തമിഴ് റയോട്ട്സ് ദാറ്റ് കിൽഡ് 2500 പീപ്പിൾ. അങ്ങനെ ഫാമിലീസ് എന്ത് ചെയ്തു, കൺട്രിയിലേക്ക് ഫ്ലഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിവിൽ വാറും ഒക്കെ നടന്ന് 2009 വരെ അത് ലാസ്റ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ടു. ഓക്കെ, അവരുടെയൊക്കെ ലൈഫ് പോയി എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ നോക്കുമ്പോൾ കിട്ടുന്നത്. കൾച്ചറൽ ഐഡൻറ്റിറ്റി അല്ല, ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
അങ്ങനെയാണ് ശ്യാം സെൽവദുരൈ ഈ ഫണ്ണി ബോയ് എന്നുള്ള ഈ ഒരു കഥയിൽ ഈ ഒരു വേൾഡിനെയാണ് ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അർജിയാണ്. അവനൊരു തമിഴ് ബോയ് ആണ്. അവൻ കൊളംബോയിലാണ് വളർന്നു വന്നത്. അവൻ്റെ ഐഡൻറ്റിറ്റിയും സെക്ഷ്വാലിറ്റിയും ആ കൺട്രിയിൽ നിന്നും ഡിസ്കവർ ചെയ്തെടുക്കുന്നതും അവൻ്റെ ഇമോഷണൽ ഒരു ടെർമോയിലൊക്കെയാണ് നമുക്കിതിലൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഫിയറും അവൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും അവൻ്റെ ചൈൽഡ്ഹുഡ് ഇന്നസെൻസും നഷ്ടപ്പെടുന്നതും അവൻ്റെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും നാഷണൽ ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫണ്ണി ബോയ് എന്ന് പറയുന്നത് വെറും ഒരു ബോയിയെക്കുറിച്ചുള്ള കഥയല്ല, അതൊരു നാഷൻ്റെ തന്നെ ഒരു പെയിനെ കാണിക്കുന്ന ഒരു കഥയാണ് അല്ലേ. അപ്പോൾ ശ്രീലങ്കയുടെ കൊളോണിയൽ പാസ്റ്റും എത്നിക് കോൺഫ്ലിക്റ്റും ഒക്കെ അർജീനയുടെ പേഴ്സണൽ സ്ട്രഗിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇനി അടുത്ത് നമുക്ക് റൈറ്റിങ്സ് ഇൻ ശ്രീലങ്ക എന്നുള്ളൊരു ടോപ്പിക്ക് നോക്കാം. അതിലെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ.